ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു. നമസ്കാരം. ഇന്ന് നമുക്ക് യോഗത്തിലെ 37, 38, 39 എന്നീ 3 ശ്ലോകങ്ങൾ നോക്കാം. 37ാമത്തെ ശ്ലോകം. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ഇനി വാക്കുകളുടെ അർത്ഥം. ഹത വാ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടുകയാണെങ്കിൽ, പ്രാപ്സ്യസി നീ പ്രാപിക്കും, ജിത്വാവ ജയിക്കുകയാണെങ്കിൽ, മഹീം രാജ്യത്തെ, ഭോക്ഷ്യസേ അനുഭവിക്കാൻ കഴിയും, തസ്മാത് അതിനാൽ, കൗന്ദേയ കുന്തിപുത്രനായ അർജുന, യുദ്ധായ യുദ്ധം ചെയ്യാൻ, കൃതനിശ്ചയ തീരുമാനിച്ചുകൊണ്ട്, ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ. നമുക്കത് വ്യാഖ്യാനം നോക്കാം. ഈ ഭഗവാൻ പറയാണ് അർജുനൻ്റെ അടുത്ത്, അർജുന, യുദ്ധത്തിൽ ഒരുപക്ഷെ മരിച്ചെന്നും അല്ലെങ്കിൽ ജയിച്ചെന്നും വരാം, രണ്ടും സംഭവിക്കാം. ജയവും പരാജയവും യുദ്ധത്തിൽ ഉണ്ടാവാം. രണ്ട് പക്ഷങ്ങളാണല്ലോ യുദ്ധം ചെയ്യണത്, രണ്ട് ശത്രുപക്ഷങ്ങളാണ്. രണ്ടുപേരും പരസ്പരം ശത്രുഭാവത്തിലാണല്ലോ യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒരു സംഘം അതിൽ ജയിക്കാതെ പറ്റില്ലല്ലോ, അപ്പോൾ മറ്റേ സംഘം തോൽക്കുകയും ചെയ്യും. രണ്ടു കൂട്ടർക്കും ജയിക്കണമെന്ന് തന്നെയായിരിക്കും ആഗ്രഹം, അത് പക്ഷെ സാധിക്കില്ല. ഏതെങ്കിലും ഒരു കൂട്ടർക്ക് പരാജയം ഉണ്ടാവും. പക്ഷേ ഈ പരാജയം ആർക്കാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആർക്കായാലും ജയവും പരാജയവും തുല്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ ജയം എന്നും പരാജയം എന്നൊക്കെ പറയുന്നത് ഒന്നിൻ്റെ തന്നെ രണ്ട് വശങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നും നല്ലതും അല്ല, ഒന്നും ചീത്തയില്ല. ആർക്കായാലും ഇത് തുല്യം തന്നെയാണ്, ആര് ജയിച്ചാലും തോറ്റാലും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലാണ് നമുക്ക് വിഷമം ഉണ്ടാവുക? മരിച്ചാൽ നിനക്ക് വീരസ്വർഗം കിട്ടും, അല്ല ജയിക്കുകയാണെങ്കിലോ രാജഭോഗങ്ങൾ അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാം. ഇതാണ് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവുക അർജുനനെ സംബന്ധിച്ച്. രണ്ടായാലും തുല്യം, രണ്ടും ഒരുപോലെ എന്നുള്ള ദൃഢനിശ്ചയത്തോടെ നീ എണീറ്റ് യുദ്ധം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. നീ കുന്തിപുത്രനല്ലേ, നിൻ്റെ അമ്മയ്ക്കില്ലാത്തൊരു ഭീതിയും ഭയമൊക്കെ നിനക്ക് എന്തിനാണ്? ഇതെങ്ങനെ നിന്നിൽ വന്നു? നിൻ്റെ അമ്മയുടെ യശസ്സിന് പോലും ഇത് കളങ്കമല്ലേ എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയാണ് പറയുന്നത്, യുദ്ധത്തിൽ ജയം ഉണ്ടാവും പരാജയം ഉണ്ടാവും, രണ്ടിനെയും തുല്യമായിട്ട് കാണണം എന്നാണ് ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയുന്നത്. അർജുനൻ ജയിക്കുകയാണെങ്കിൽ മരിച്ചാൽ വീരസ്വർഗത്തെയും, ജയിക്കുകയാണെങ്കിൽ ഭൂമിയിലെ രാജഭോഗങ്ങൾ, ഇത് രണ്ടും അനുഭവിക്കാം. അപ്പോൾ രണ്ടും ഒരുപോലെ എന്ന് കണ്ടിട്ട് നീ എണീറ്റ് യുദ്ധം ചെയ്യുക എന്നാണ് പറഞ്ഞത്. ജീവിതത്തിലെ ബ്രഹ്മപദമാകുന്ന ഒരു ലക്ഷ്യപ്രാപ്തി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങണം. അങ്ങനെ മുന്നോട്ട് പോകുന്ന ധീരന്മാർക്ക് വിജയവും പരാജയവും രണ്ടും സംഭവിക്കാം. രണ്ടായാലും നമ്മൾ ഒന്നും വിഷമിക്കാനില്ല. പരാജയം വിജയത്തിൻ്റെ ഒരു മുന്നോടി മാത്രമാണ്. ഏതായാലും പ്രവർത്തിക്കുന്ന ധീരന്മാർക്ക് മാത്രമേ വിജയമോ പരാജയമോ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അല്ലാത്തവർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ. പ്രവർത്തിക്കാത്തവർക്ക് ജയമില്ല പരാജയമില്ല. അവരുടെ ജീവിതം അന്ധവും മൂഢവുമാണ്. അതിനാൽ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ധീരതയോടെ പ്രവർത്തിക്കേണ്ടതാണ്. പ്രവൃത്തിയിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ജയാപജയങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഒന്നും ചിന്തിക്കുക പോലും വേണ്ട എന്നാണ് ഈ ശ്ലോകം നമ്മളൊക്കെ അർജുനന്മാരാണ്, നമ്മൾക്കും പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നമ്മുടെ പ്രവൃത്തികളിൽ കൂടുതൽ ശ്രദ്ധിക്കുക, ജയാപജയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം 38. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. എൻ്റെ വാക്കുകളുടെ അർത്ഥം. സുഖദുഃഖേ സുഖത്തെയും ദുഃഖത്തെയും, ലാഭാലാഭൗ ലാഭനഷ്ടങ്ങളെയും, ജയാജയൗ എന്ന് പറഞ്ഞാൽ ജയപരാജയങ്ങളെയും, സമീകൃത്വ സമമായി കണ്ടുകൊണ്ട്, തഥാ പിന്നീട്, യുദ്ധായ യുദ്ധത്തിന്, യുജ്യസ്വ എന്ന് പറഞ്ഞാൽ ഒരുങ്ങൂ, ഏവം ഇപ്രകാരം, ന അവാപ്സ്യസി നീ പ്രാപിക്കില്ല.
ഇനി അതിൻ്റെ വ്യാഖ്യാനം. ഈ സുഖദുഃഖങ്ങളെയും ലാഭനഷ്ടങ്ങളെയും ജയത്തെയും പരാജയത്തെയും ഒക്കെ തുല്യ നിലയിൽ കണ്ടുകൊണ്ട് യുദ്ധത്തിന് ഒരുങ്ങും അർജുന എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാം ഒരുപോലെ കാണും. ഇപ്രകാരമുള്ള നിശ്ചയത്തോടെയാണ് നീ പുറപ്പെടുന്നതെങ്കിൽ നിന്നെ പാപദോഷം ബാധിക്കില്ല എന്നും ഭഗവാൻ വാക്കു കൊടുക്കുകയാണ്. ഈ രണ്ടിനെയും, സുഖദുഃഖങ്ങളെയും ലാഭനഷ്ടങ്ങളെയും ജയവും പരാജയവും ഒക്കെ തുല്യ നിലയിൽ കാണുകയാണെങ്കിൽ പാപദോഷം നിനക്ക് ബാധിക്കില്ല. ഈ എൻ്റെ നിൻ്റെ എന്നുള്ള ഭേദബുദ്ധിയാണ് ഹിംസയുടെ കാതലായിട്ട് പറയണത്. ഈ ലൗകിക ലോകത്തുണ്ടാവുന്ന യുദ്ധങ്ങളൊക്കെ ഉത്ഭവിക്കുന്നത് ഈ എൻ്റെ നിൻ്റെ എന്നുള്ള വേർതിരിവിൽ നിന്നാണ്. ഇനി നിൻ്റെ യുദ്ധം അർജുന, നിൻ്റെ യുദ്ധം അങ്ങനെയുള്ളതാകരുത്. അവനവന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ഫലകാംക്ഷയും ലാഭനഷ്ടബോധവും ജയപരാജയ പരിഭ്രാന്തിയും ഒക്കെ ഉണ്ടാവും. സ്വന്തമായിട്ട് അവനവന് വേണ്ടി മാത്രമാണ് യുദ്ധം എന്ന് വരികിൽ. എന്നാൽ സമൂഹ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണതിക്ക് വേണ്ടിയിട്ടാണ് അതെങ്കിൽ അതിലേർപ്പെടുന്നത് ഒരിക്കലും പാപമല്ല. സാമൂഹിക ജീവിതത്തിലെ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണതി അതെന്ന് വെച്ചെങ്കിൽ നമ്മൾ അതിൽ ഏർപ്പെടുന്നത് പാപമല്ല. അത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് യുദ്ധത്തിൽ ഏർപ്പെടുന്നതാണ് പാപം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു പുഴ അങ്ങനെ ഒഴുകി പോകുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള കരഭാഗം ഭൂമിയൊക്കെ അതിൻ്റെ രൂപഭേദമൊക്കെ വന്നിട്ടുണ്ടാവും. ഷേപ്പൊക്കെ മാറി കുറച്ച് ഇടിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉള്ള ആ സംഭവത്തിന് പുഴയ്ക്കൊരിക്കലും പാപമില്ലല്ലോ. പുഴയ്ക്ക് അതിന് യാതൊരു ഉത്തരവാദിത്വമില്ല. അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞു മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ഒരു സംശയം തോന്നാം. എന്താണെന്ന് വെച്ചാൽ എന്ത് വന്നാലും ഒരുപോലെ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു എന്തും ചെയ്യാൻ പുറപ്പെടാം. എന്ത് വന്നാൽ ഒരേപോലെ ഗുണമില്ല ദോഷമില്ല എന്നുള്ള ചിന്തിച്ചിട്ട് ഒരു പ്രവൃത്തി ചെയ്യാൻ പുറപ്പെട്ടാൽ അതിന് പ്രചോദനം ആയിട്ട് എന്തെങ്കിലും വേണ്ടേ? അതെന്താണെന്നാണ് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു സംശയം തോന്നും. ചെയ്താലും ഒരുപോലെ ചെയ്തില്ലെങ്കിലും ഒരുപോലെ വെച്ചാൽ നമുക്ക് അതിനൊരു പ്രചോദനമില്ലല്ലോ പ്രവൃത്തി ചെയ്യാൻ. അങ്ങനെ അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ തെളിയുന്ന ഒരു ദർശനത്തിൻ്റെ ഒരു പ്രേരണയാണ് എന്നാണ് ഇതിനുള്ള ഒരു മറുപടി. നമ്മുടെ ഈ സംശയത്തിനുള്ള മറുപടി. ഫലത്തെക്കുറിച്ചിട്ട് നമ്മൾ ഒരിക്കലും സംഭ്രമം പാടില്ല. ഈ ആധുനിക സൈക്കോളജിയിൽ വരെ പറയുന്നുണ്ട് ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള ഫലം മനസ്സിനെ ആ പ്രവൃത്തിയിൽ നിന്നുള്ള ആ പ്രവൃത്തിയിലുള്ള കോൺസെൻട്രേഷനിൽ നിന്ന് അകറ്റുമെന്ന് നമ്മളുടെ ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നും വിചാരിക്കാതെ ഒരു പൊതു സംഭവങ്ങൾക്ക് ആണെച്ചെങ്കിൽ നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിൽ യാതൊരു പാപവും ഇല്ല. ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അത് നമുക്ക് സംഭ്രമവും എന്താണ് അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളൊക്കെ പേടിയൊക്കെ വരണേ എന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം. ഏഷാദേ അഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ ദ്യുമാം ശൃണു ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. വാക്കുകളുടെ അർത്ഥം. പാർത്ഥ എന്ന് അർജുന, തേ എനിക്ക്, അഭിഹിത ഇതുവരെ ഞാൻ പറഞ്ഞു തന്നതായ, ഏഷ ഇത്, സാഖ്യേ എന്ന് പറഞ്ഞാൽ ആത്മവിഷയത്തിലുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. യയ ഏതൊരു, ബുദ്ധ്യായുക്ത ബുദ്ധിയോടുകൂടിയവനായിട്ട്, പ്രഹാസ്യസി നീ ഉപേക്ഷിച്ചവനായി തീരുമോ, യോഗേതു അങ്ങനെയുള്ള കർമ്മയോഗ സംബന്ധിയായിട്ടുള്ള, ഇമാം എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിയെ, ശൃണു എന്ന് പറഞ്ഞാൽ കേട്ടാലും ഭഗവാൻ പറയാൻ പോണ്. അപ്പോൾ ഇനി അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. സാഖ്യശാസ്ത്ര പ്രകാരമുള്ള കാര്യങ്ങളാണ് അർജുന നിനക്ക് ഞാൻ ഇത്രയും സമയം ഉപദേശിച്ച് പറഞ്ഞൊക്കെ തന്നിട്ടുള്ളത്. സാഖ്യശാസ്ത്രം അതായത് ആത്മവിഷയത്തിനോട് ബന്ധപ്പെടുത്തിയിട്ട്. ഇനി നിനക്ക് കർമ്മശാസ്ത്ര പ്രകാരമുള്ള കാര്യങ്ങളും പറഞ്ഞു തരാം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല. ഞാൻ ഇത്രയും സമയം പറഞ്ഞ ഈ സാഖ്യ സിദ്ധാന്ത പ്രകാരം ജീവിക്കുന്ന ഒരാൾ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തനായി ബ്രഹ്മപദത്തെ പ്രാപിക്കും എന്നാണ് പറഞ്ഞത്. ഭഗവാൻ ഉപദേശിച്ച ഈ സാഖ്യ ശാസ്ത്രത്തിലെ ഉപദേശങ്ങൾ പ്രകാരം ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാൾ ബ്രഹ്മപദത്തെ തന്നെ പ്രാപിക്കും. ജയിക്കലും തോൽക്കലും ഒന്നുമല്ല. ജയിക്കാനും മരിക്കാനും കാരണമായിട്ടുള്ള കർമ്മത്തിൻ്റെ കുടുക്കുകളുണ്ട്, കർമ്മബന്ധനങ്ങൾ. അതിൽ നിന്ന് രക്ഷപ്പെടലും ബ്രഹ്മപദ പ്രാപ്തിയുമാണ് സാധാരണ ഒരാളുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞതിൽ ജയിച്ചു അല്ലെങ്കിൽ തോറ്റു എന്ന് വെച്ചിട്ട് നമ്മൾ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. ഈ ജയത്തിനും തോൽവിക്കൊക്കെ കാരണമായിട്ടുള്ള നമ്മളുടെ കർമ്മബന്ധനങ്ങളുണ്ട്, കർമ്മക്കുടുക്കുകൾ. അതിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ ബ്രഹ്മപദം പ്രാപിക്കുകയാണ് വേണ്ടത് എന്നാണ്
ഭഗവാൻ പറയുന്നത്. അത് ഈ സാഖ്യ സിദ്ധാന്തപരമായ ജീവിതം കൊണ്ട് സാധിക്കുമെങ്കിൽ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞു തരാം. നേരായിട്ടുള്ള അറിവിലൂടെ ശരിയായ പ്രവൃത്തിയിലെത്താം. അർപ്പണബോധത്തോടെയുള്ള പ്രവൃത്തിയിലൂടെയോ ശരിയായ അറിവിലുമെത്താം. വൈസ് വേഴ്സ. നേരായിട്ടുള്ള അറിവിലൂടെ ശരിയായിട്ടുള്ള പ്രവൃത്തിയിലെത്താം. അർപ്പണബോധത്തോടെയുള്ള പ്രവൃത്തിയിലൂടെ ശരിയായിട്ടുള്ള അറിവിലുമെത്താം. ഇത്രയാണ് ഈ 3 ശ്ലോകങ്ങളിൽ പറയുന്നത്. ഇനി നമുക്ക് ബാക്കി അടുത്ത ദിവസം നോക്കാം. നന്ദി.